വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്കു ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഓർമ്മിക്കുക, സീറോ മലബാർ സഭ ഇന്ന് വിശുദ്ധരായ പത്രോസ്, പൗലോസ് സ്ലീഹന്മാരെ ഓർമ്മിക്കുന്നു. യോനായുടെ പുത്രനായ ശിമയോൻ ഗലീലയിൽ ബെസ്തൈദായിൽ ജനിച്ചു. മീൻപിടുത്തമായിരുന്നു തൊഴിലെങ്കിലും രക്ഷകന്റെ ആഗമനത്തെ അവർ തീക്ഷ്ണതയോടെ കാത്തിരിക്കുകയായിരുന്നു. സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ രണ്ട് സഹോദരരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തീർന്നു. അദ്ദേഹം അവർക്ക് ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്തു. അവർ ഈശോയുടെ ശിഷ്യന്മാരായി. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് മനുഷ്യപുത്രൻ ആരാണെന്നുള്ള ഈശോയുടെ ചോദ്യത്തിന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ശിമയോൻ എന്ന പേരുമാറ്റത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു വ്യക്തമാക്കി. പത്രോസ് എന്ന പേര് നൽകിക്കൊണ്ട് നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. പുനരുത്ഥാനത്തിന് ശേഷം തിബേരിയൂസ് സമുദ്രതീരത്തു വെച്ച് യേശു അധികാരമെല്ലാം പത്രോസിനെ ഏൽപ്പിച്ചു കൊടുത്തു. 7 കൊല്ലം അന്ത്യോക്യയിൽ ചെലവഴിച്ച ശേഷം 25 വർഷം റോമയിൽ പേപ്പൽ സിംഹാസനം അലങ്കരിച്ചു. ക്രിസ്തുവിന് ശേഷം 69-ാം ആണ്ട് ജൂൺ 29-ാം തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പത്രോസിനെ വത്തിക്കാൻ കുന്നിൽ കുരിശിൽ തറച്ചുകൊന്നു. തന്റെ ഗുരുവിനോടൊപ്പമാകാതിരിക്കാൻ തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കണമെന്ന് പത്രോസ് ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്തു. അന്നു തന്നെ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. പൗലോസ് ലീഹ ബെഞ്ചമിൻ ഗോത്രത്തിൽ ഏഷ്യ മൈനറിൽ താർസൂസ് എന്ന നഗരത്തിൽ ജനിച്ചു. കർത്താവിന്റെ ശിഷ്യന്മാരെയെല്ലാം കൊന്നൊടുക്കണമെന്ന് ഭീഷണി മുഴക്കിയിരുന്ന സാവൂൾ മഹാപുരോഹിതനെ സമീപിച്ച് ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നതിന് ഡമാസ്കസിലെ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സാവൂൾ ഡമാസ്കസിനെ സമീപിച്ചപ്പോൾ ആകാശത്തു നിന്ന് ഒരു പ്രകാശം വീശുകയും അദ്ദേഹം നിലത്ത് വീഴുകയും ചെയ്തു. ആ സമയം ഈശോ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. ആ സമയം സാവൂളിന് മാറ്റമുണ്ടായി. സാവൂൾ അനനിയാസിന്റെ പക്കൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച് പൗലോസായി മാറി. ക്രിസ്തുവർഷം 45 മുതൽ 57 വരെ സ്ലീഹ 3 പ്രേക്ഷിത യാത്രകൾ നടത്തി. 67-ാം ആണ്ടിൽ ജൂൺ മാസം 29-ാം തീയതി റോമയിൽ വെച്ച് സ്ലീഹായുടെ ശിരച്ഛേദനം നടത്തി. 3 പ്രാവശ്യം ആ ശിരസ് കുതിച്ചു ചാടിയെന്നും ശിരസ് പതിച്ച സ്ഥലങ്ങളിൽ ഉറവയുണ്ടായെന്നും പറയപ്പെടുന്നു. പൗലോസിന്റെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയം പോലെ ആയിരുന്നെന്ന് വിശുദ്ധ ക്രിസ്തോസ്തോം പറയുന്നു. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, മിശിഹ എന്നിൽ ജീവിക്കുന്നു എന്ന് സ്ലീഹ പറഞ്ഞതുപോലെ എല്ലാവർക്കും പറയുവാനുള്ള യോഗ്യതയ്ക്കായി ഒരുങ്ങാം. അതിനായി പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സഭതൻ മൂലക്കല്ലായി തീർന്നൊരു കീപ്പാ, അതിനായി പോഷണമേകി വളർത്തിയ പൗലോസ് ശ്ലീഹ, കുരിശിൽ തലകീഴായി മരിച്ചാൻ പത്രോസ് ശ്ലീഹ, വാളിൻ വായ്ത്തലയാലേ ലോകം വിട്ടോൻ പൗലോസ്.
അവർ തൻ ഓർമ്മയെ ഭക്തിയോടടിയാർ കൊണ്ടാടുന്നു. കർത്താവേ, പാർപ്പിക്കണമവരെ നിൻ രാജ്യത്തിൽ. അവർ തൻ പ്രാർത്ഥന ഞങ്ങൾക്ക് തുണയായിടണമേ. തിരുമുഖദർശനമടിയാർക്കും തന്നരുളുക കൃപയാ.